നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാനാണ് തുളസി. ഇന്ന് നമ്മൾ കേരളോത്സവങ്ങളുടെ വാർത്തയാണ് കൊടുക്കുന്നത്. ബാലോത്സവങ്ങളുണ്ട്, എല്ലാം ഉത്സവത്തിന്റെ കാലമാണ്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ ഡിസംബർ 4 നേവി ഡേ. ഇന്ത്യൻ നേവി ദിനം 2022 ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന ദിവസമാണ്. എല്ലാ വർഷവും ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നത് ശ്രദ്ധേയമാണ്. നാവികസേനയുടെ ശക്തിയുടെ പ്രതീകമായാണ് 2022 ഇന്ത്യൻ നേവി ദിനം ഞങ്ങൾ ആഘോഷിക്കുന്നതെന്നിവിടെ വ്യക്തമാക്കാം. നമ്മുടെ ഇന്ത്യൻ നാവികസേന വളരെ മഹത്വമുള്ള ശക്തമായ സൈന്യമായി പ്രവർത്തിക്കുന്നു. വാസ്തവത്തിൽ ഇത് ഇന്ത്യൻ നേവി ദിനത്തിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ നാവികസേനയെ പരാജയപ്പെടുത്തിയ ധീരരായ സൈനികരുടെ ധീരതയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത് 1971 ഓപ്പറേഷൻ ട്രെഡിനും കീഴിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ നാവികസേനയോട് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ വർഷത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ നാവികസേനയെ നയിക്കുന്നത് പരമോന്നത കമാൻഡർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാന്യനായ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ നേവി അതായത് G2022 ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ത്യൻ നേവിയുടെ മുദ്രാവാക്യം ജലത്തിന് ദൈവം ഞങ്ങൾക്ക് ഐശ്വര്യമുള്ളതായിരിക്കട്ടെ എന്നാണ്. ഇതുകൂടാതെ 1961 പോർച്ചുഗലിൽ നിന്ന് ഗോവയെ ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുക എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഇന്ത്യൻ നേവി വിസാഖ് 2022 ഷെഡ്യൂൾ പ്രകാരം ഇന്ത്യൻ നേവിക്ക് ലോകത്ത് INS ചക്ര, സിന്ധുഘോഷ്, ശിശുമർ എന്നീ 3 തരം അന്തർവാഹികങ്ങളുണ്ട്. INS വിക്രാന്ത് എന്ന തദ്ദേശ വിമാന വാഹിനി കപ്പൽ അടുത്തിടെ ഇന്ത്യൻ നാവികസേനയിൽ ചേർത്തു. ഇവയെല്ലാം കൂടാതെ ഇന്ത്യൻ നേവി വിസാഖ് 2022 ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ത്യൻ നാവികസേനയിൽ മറൈൻ കമാൻഡോകളുണ്ട്. അതായത് ഇന്ത്യൻ ആർമിയുടെ പ്രത്യേക സേനാ വിഭാഗമായ മാർക്കോസ്. 1971 ഡിസംബർ 3 ഇന്ത്യൻ അതിർത്തിയിലും വ്യോമാതിർത്തിയിലും ഇന്ത്യൻ നാവികസേനയെ പാകിസ്ഥാൻ സൈന്യം ശക്തമായി ആക്രമിച്ചപ്പോൾ ഓപ്പറേഷൻ റെഡ് ഇൻ ഹിന്ദ് AI പ്രകാരം ഇന്ത്യൻ സൈന്യം പ്രതികാരമായി ഓപ്പറേഷൻ റെഡ് ആരംഭിച്ചു. ഹിന്ദിയിലെ ഓപ്പറേഷൻ റെഡിന് കീഴിൽ ഇന്ത്യൻ നാവികസേന ഗുജറാത്തിലെ ഓഖ തുറമുഖത്ത് നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന നാവിക ആസ്ഥാനത്തിന് നേരെ ഉച്ചയ്ക്ക് 2 ഉചിതമായ ആക്രമണം നടത്തി. ഓപ്പറേഷൻ റെഡിൻ വിജയിപ്പിക്കുന്നതിൽ INS നിർഘട്ട്, INS വീർ, INS നിപത് എന്നിവ പ്രധാന പങ്കുവഹിച്ചു. ഓപ്പറേഷൻ റെഡിന് കീഴിൽ കറാച്ചി ഹെർബൽ ഇന്ധന സംഭരണശാല ഇന്ത്യൻ നാവികസേന നശിപ്പിച്ചു. കറാച്ചിയിലെ ഇന്ത്യൻ ടാങ്കറുകൾക്ക് തീപിടിച്ചത് 60 കിലോമീറ്റർ അകലെ നിന്ന് പോലും ഈ തീ വ്യക്തമായി കാണാനാകുമായിരുന്നു. ദിവസങ്ങളോളം പാകിസ്ഥാൻ സൈന്യത്തിന് പോലും അണയ്ക്കാനാവാത്ത വിധം ശക്തമായിരുന്നു ഈ തീ. ഭവന നിർമ്മാണ ഗുണഭോക്തൃ സംഗമം നടത്തി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവന നിർമ്മാണ ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ദിനേശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോർജ് അലോഷ്യസ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനീഷ് പടപ്പക്കര, KG ലാലി, സരസ്വതി രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമ സമിതി അധ്യക്ഷൻ അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ IM ഇജീന്ദ്രലേഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ O ഷീലാകുമാരി, ബിന്ദു B, മളത്തിൽ സുനിൽ, ഷെഹിന S, ബെറ്റ്സി റോയ്, ജയചന്ദ്രൻ, അരുൺ അലക്സ്, സൗമ്യ എന്നിവർ സംസാരിച്ചു. ക്രിസ്മസിന് ഉയരൊക്കെ ഇനി അടുത്തെത്തി കഴിഞ്ഞു. ഇനിയും ചിന്നൂസിലെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത്തവണ ഒരുപാട് ഓഫറുകളാണ് ചിന്നൂസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ ചിന്നൂസ് ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. പഴമയ്ക്കിനി പൊന്നുവില. സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയതായാലും മാറ്റി വാങ്ങുമ്പോൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് അതാത് ദിവസത്തെ മാർക്കറ്റ് വിലയേക്കാളും പവന് 400 രൂപ അധികം ലഭിക്കുന്നു. വിവാഹം അഴകാർന്ന ശുഭാരംഭമല്ലേ? പരിണയ ബ്രൈഡൽ കളക്ഷൻസ് ചിന്നൂസിൽ മാത്രം. ഓഫർ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നേടും. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾക്ക് പുറമെ ക്രിസ്മസ് കേക്കും. ഈ ആഘോഷനാളിൽ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ വെഡിംഗ് ഓഫറുകളും. പുതുമകളുടെ പുതുവത്സരത്തെ വരവേൽക്കാം ചിന്നൂസിന്റെ പുതുപുത്തൻ ലൈറ്റ് വെയിറ്റ് ആഭരണ വൈവിധ്യങ്ങളുമായി. ആഘോഷിക്കാം ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ചിന്നൂസിനൊപ്പം. മനം നിറയെ സന്തോഷവും കൈ നിറയെ സമ്മാനങ്ങളുമായി.
ചിന്നൂസിനൊപ്പം തന്നല്ലേ? മത്സരിക്കുന്നത് എന്തിനും വൃഥ ചിത്രീകരണം ആരംഭിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന് വേണ്ടി പൊതുജന ബോധവൽക്കരണം ലക്ഷ്യമാക്കി ഒരുങ്ങുന്ന മത്സരിക്കുന്നതെന്തിന് വൃഥ എന്ന ടെലിഫിലിമിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ധനവകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയും കമ്മീഷണറേറ്റിലെ ഫിനാൻസ് ഓഫീസറുമായ സന്തോഷ് മാധവും രചനയും ഗാനങ്ങളും സംവിധാനവും നിർവഹിക്കുന്ന ടെലിഫിലിമിന്റെ ചിത്രീകരണം കൊല്ലത്തും പരിസര പ്രദേശങ്ങളുമായി നടന്നുവരുന്നു. പ്രമുഖ നാടക സീരിയൽ താരങ്ങളായ KPAC ലീലാകൃഷ്ണൻ, മിനി ശ്രീകുമാർ, സുരഭി, സത്യപ്രസാദ് തുടങ്ങിയവർ വേഷമിടുന്നു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. പഞ്ചായത്ത് തല ബാലോത്സവം. കേരളപുരം SRC ലൈബ്രറിയും കൊറ്റങ്കര പഞ്ചായത്ത് ഗ്രന്ഥശാല സമിതിയും സംയുക്തമായി നടത്തിയ പഞ്ചായത്ത് തല ബാലോത്സവം സമാപിച്ചു. ബാലോത്സവം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം L. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കുമാർ G അധ്യക്ഷത വഹിച്ചു. S. ശ്രീനിവാസൻ, K. ഗീത, P. ജോസഫ്, M. ജയശീലൻ, J. മുരളീധരൻപിള്ള, B. ഇന്ദിര, K. സത്യൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. TC വിജയൻ അധ്യക്ഷത വഹിച്ചു. എക്സലന്റ് ലൈബ്രറി പേരൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി. മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N. ഷൺമുഖദാസ് വിതരണം ചെയ്തു. പ്രൊഫസർ ഹാഷിംകുട്ടി, S. രാധാകൃഷ്ണപിള്ള, TK J. വിജയകുമാർ, SL ഷൈനി, B. മുനീറ, M. മധു, SRC ലൈബ്രറി സെക്രട്ടറി P. പത്മകുമാർ, PS. ഹബീബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കേരളോത്സവം സമാപിച്ചു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. പൊതുസമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനവും PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ CM സെയ്ഫ്, വൈസ് പ്രസിഡന്റ് ജയകുമാരി, ക്ഷേമസമിതി ചെയർപേഴ്സൺ ഷീലാകുമാരി, വാർഡംഗങ്ങളായ ഗീതാ മുരളീധരൻ, ജയശ്രീ, സിന്ധു ഗോപൻ, സ്വാതി ശങ്കർ, ബിനുകുമാർ, ദീപു ജേക്കബ്, സാം വർഗീസ്, CDS ചെയർപേഴ്സൺ ജയകുമാരി, സെക്രട്ടറി M. വിജയൻ, കോർഡിനേറ്റർ P. അജയൻ, മനു, മുരുകൻ, വിഷ്ണു, രാകേഷ് എന്നിവർ പങ്കെടുത്തു. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. മുരുകൻ കാട്ടാക്കട പാടുമ്പോൾ സമൂഹത്തിന്റെ നിറമങ്ങിയ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള ആഗ്രഹമാണ്. എന്നാൽ ശരീരശാസ്ത്രപരമായി പലപ്പോഴും നമ്മുടെ കാഴ്ച മങ്ങാറുണ്ട്. അത് മിക്കവരും അനുഭവിച്ചിട്ടുള്ളതുമാണ്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാഴ്ച മങ്ങിയ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മിഴിമണ്ഡലത്തിന്റെ മധ്യഭാഗത്തുള്ള രന്ധ്രം ആണ് കൃഷ്ണമണി. കണ്ണിലെ കൃഷ്ണമണിയിലൂടെയാണ് പ്രകാശരശ്മികൾ നേത്രഗോളങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നത്. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസൃതമായി മിഴിമണ്ഡലത്തിന്റെ പേശികൾ സങ്കോചിക്കുകയോ വികസിക്കുകയോ ചെയ്യുന്നു. പ്രകാശ തീവ്രത കുറയുമ്പോൾ കൃഷ്ണമണിയുടെ വ്യാസം കൂടുകയും കൂടുതൽ പ്രകാശം കണ്ണിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. കണ്ണിലേക്ക് ടോർച്ച് ലൈറ്റ് അടിക്കുമ്പോൾ കൃഷ്ണമണികൾ സങ്കോചിക്കുന്നത് കാണാം.
വെയിലത്ത് നടക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പ്രകാശ തീവ്രത കൂടുതലായതിനാൽ കൃഷ്ണമണി സങ്കോചിക്കുന്നു. ഉടനെ തന്നെ പ്രകാശം കുറഞ്ഞ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൂടുതൽ പ്രകാശം കടത്തിവിടാൻ കൃഷ്ണമണികൾക്ക് വികസിക്കേണ്ട ആവശ്യമുണ്ടാകുന്നു. ഇതിന് അല്പം സമയമെടുക്കും. അതുകൊണ്ടാണ് അല്പനേരത്തേക്ക് കണ്ണ് മങ്ങിയതായി തോന്നുന്നതും മുറിയിലുള്ള സാധനങ്ങൾ കാണാൻ പ്രയാസമുള്ളതായി തോന്നുന്നതും. മുറിക്കുള്ളിലുള്ള വസ്തുക്കൾ പെട്ടെന്ന് കാണാതിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കണ്ണ് 3 പാളികളായാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലുള്ള പാളിക്ക് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നു. റോഡുകൾ, കോണുകൾ എന്നിങ്ങനെ 2 തരം സെല്ലുകൾ കൊണ്ടാണ് റെറ്റിന നിർമ്മിച്ചിരിക്കുന്നത്. റോഡുകളിൽ റോഡോപ്സിൻ എന്നു പേരുള്ള മാന്തളി നിറമുള്ള പദാർത്ഥമുണ്ട്. ഒരു വസ്തുവിൽ നിന്നും പ്രകാശം റെറ്റിനയിൽ പതിക്കുമ്പോൾ റോഡോപ്സിൻ വിഘടിക്കുന്നു. ഈ വിഘടനം തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. അങ്ങനെ വസ്തുക്കൾ കാണാൻ കഴിയുന്നു. തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ വളരെയധികം റോഡോപ്സിൻ വിഘടിക്കപ്പെടുന്നു. റോഡോപ്സിന്റെ തോത് വളരെ കുറയുന്നത് കൊണ്ടാണ് മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ വസ്തുക്കൾ കാണാൻ കഴിയാതിരിക്കുന്നത്. കൃഷ്ണമണി വികസിച്ച് കൂടുതൽ പ്രകാശം റെറ്റിനയിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡോപ്സിൻ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വസ്തുക്കൾ കാണാനാവുകയും ചെയ്യും. റോഡോപ്സിന്റെ വിഘടനവും നിർമ്മാണവും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇരുണ്ട മുറിയിൽ നിന്ന് പ്രകാശമുള്ള ഒരിടത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണുകൾ താനെ അടയുന്നത് കാണാം. കാരണം എന്താണെന്നോ? പൂർണ്ണമായും തുറന്നിരിക്കുന്നത് കൃഷ്ണമണിയിലൂടെ ശക്തമായ പ്രകാശം കണ്ണിലേക്ക് കടക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുവാനായി കൃഷ്ണമണി സങ്കോചിക്കുകയും റിഫ്ലെക്സ് ആക്ഷൻ കൊണ്ട് കണ്ണിറുക്കുകയും ചെയ്യുന്നു. ജാഥയ്ക്ക് സ്വീകരണം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ അവകാശം എന്ന സന്ദേശവുമായി നവംബർ 14 മുതൽ ഡിസംബർ 10 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥ നടത്തുകയാണ്. ഡിസംബർ 7 കുണ്ടറ ചിറ്റുമലയിൽ 12 മണിക്കും കേരളപുരം ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 3 മണിക്കും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇതിനായി ചിറ്റുമലയിൽ സംഘാടക സമിതി രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പെന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ചെയർമാനും ജോൺസൺ SSC വൈസ് ചെയർമാനും ജെ ആൽഫ്രഡ് കൺവീനറും അജിത് കുമാർ ജോയിന്റ് കൺവീനറുമായി കേരളപുരത്തും സംഘാടക സമിതി രൂപീകരിച്ചു. സഹോദര, അങ്ങനെ തന്നെ വിളിക്കട്ടെ. ഊരും പേരും അറിയില്ലെങ്കിലും നീ ഇട്ടതും കാക്കിയാണ്. കാലത്ത് വീട്ടിൽ നിന്നും ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വരാം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ വരാതെ ആയാൽ നിന്നെ അന്വേഷിച്ച് ആരും പോകാറില്ല. കാരണം നീ ധരിച്ചിരിക്കുന്നത് കാക്കിയാണ്. മറ്റേതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി തിരിച്ചെത്തിയില്ലെങ്കിൽ അവരെ തിരിഞ്ഞു പോകേണ്ടതും നീയാണ്. കാരണം നീ ധരിച്ചിരിക്കുന്നത് കാക്കിയാണ്. സഹോദര, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് എന്നറിയാം. വേദനയെല്ലാം കടിച്ചമർത്തുക. നിനക്ക് വേദന പാടില്ല. കാരണം നീ ധരിച്ചിരിക്കുന്നത് കാക്കിയാണ്. കണ്ണുനീറുറവകൾ കടലുകളായി വരുന്നുണ്ടാവാം. പക്ഷേ നീ കരയരുത്. കാരണം നീ ധരിച്ചിരിക്കുന്നത് കാക്കിയാണ്. നിനക്കിവിടെ നീതികൾ നിഷേധിക്കപ്പെട്ടേക്കാം. നീ സങ്കടപ്പെടരുത്. കാരണം നീ ധരിച്ചിരിക്കുന്നത് കാക്കിയാണ്. നിന്നെ അടിച്ചവരോട് നിനക്ക് പ്രതികാരം തോന്നരുത്. കാരണം മൃതഭാവി നീ ധരിച്ചിരിക്കുന്നത് കാക്കിയാണ്. നിനക്ക് വേണ്ടി പറയാൻ, കരയുവാൻ, ആശ്വസിപ്പിക്കുവാൻ കൂടപ്പിറപ്പുകളല്ലാതെ ഇവിടെ ആരും ഉണ്ടാകില്ല സഹോദര. ആരവങ്ങൾ അടങ്ങി എല്ലാവരും പോയി കഴിഞ്ഞാൽ ആശുപത്രി കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് മുഖമമർത്തി ഒച്ച വയ്ക്കാതെ തേങ്ങിക്കരഞ്ഞുകൊള്ളുക. കാരണം നീ ധരിച്ചത് കാക്കിയാണ്. സജീവൻ ടി. നാട്ടുപട്ടം വാർത്തകൾ എന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ 1 മാസം 1 ഹ്രസ്വ ചിത്രം, 1 വർഷം 12 ചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ലൈല ക്രിയേഷൻസ് എത്തുകയാണ്. ഞങ്ങളോട് ഒപ്പം നിന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം അതിൻ്റെ ആ സന്തോഷം ഒരു മെഗാ ഈവൻ്റായി കൊണ്ടാടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ മാസം 29-ാം തീയതി ഞായറാഴ്ച വേണൂസ് കോളേജിൽ അതിൻ്റെ ഒരു മെഗാ ഈവൻ്റ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നു. ബഹുമാനീയനായ PC വിശ്വനാഥ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്ഥിരം അധ്യക്ഷനായ ഇളമ്പുളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിച്ചും മറ്റ് പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഞങ്ങളുടെ മുഴുവൻ സിനിമകളും അന്ന് 2:30 മണി മുതൽ മുഴുവൻ സിനിമകളും പ്രദർശിപ്പിക്കും. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മുഴുവൻ അഭിനേതാക്കളും ഞങ്ങളെ സഹായിച്ച സാങ്കേതിക വിദഗ്ധരും ഞങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളും ഉൾപ്പെടുന്നവരുടെ കുടുംബ സംഗമമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഓരോരുത്തരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അന്ന് എത്തിച്ചേരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം നാളെ വീണ്ടും നമുക്ക് പരസ്പരം കാണുന്നത് വരെയും നമസ്കാരം.